ഹായ് വെൽക്കം ടു എജുവേൾഡ്. സോ നമ്മളിന്ന് സോഷ്യലൈസേഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ സോഷ്യലൈസേഷൻ അത് എങ്ങനെ കുട്ടികളെ ഇമ്പാക്റ്റ് ചെയ്യുന്നു, ഇമ്പാക്റ്റ് ഓൺ ചൈൽഡ് ഡെവലപ്മെൻറ്റ്. സോ അതല്ലെങ്കിൽ സോഷ്യലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയും. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ, അതിൻ്റെ കുറച്ച് തിയറീസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ എന്താണ് സോഷ്യലൈസേഷൻ എന്ന് നോക്കാം. ഇറ്റ്സ് ദ പ്രോസസ് ബൈ വിച്ച് ചിൽഡ്രൻ ആൻഡ് അഡൾട്ട് ലേൺ ഫ്രം അതേഴ്സ്. സോ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. സോ ഇതിലൂടെയാണ് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, ആർജിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കുന്നത് പല മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത് വഴിയാണത്. സോ അതുകൊണ്ട് തന്നെ ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇതൊരു പ്രോസസ്സാണ്. സോ ഇതിലൂടെയാണ് പല കാര്യങ്ങളും എല്ലാവരും മനസ്സിലാക്കിയെടുക്കുക. മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ വാല്യൂസ്, സോ അവരുടെ പല ആക്ഷൻസ് വരെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും, ഇമിറ്റേറ്റ് ചെയ്യും. സോ ഇതെല്ലാം സോഷ്യലൈസേഷൻ്റെ ഒരു പ്രോസസ്സാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നുണ്ട്. സോ സോഷ്യലൈസേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇൻഫൻറ്റ്സ് ആൻഡ് ചിൽഡ്രൻ. സോ കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ സോഷ്യലൈസേഷൻ. മറ്റുള്ളവരുമായിട്ട് ഇടപഴകിയാൽ മാത്രമേ അവർക്ക് അവരുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിൽ അത് സോഷ്യലൈസേഷൻ ഡെവലപ്മെൻറ്റ് നടക്കത്തുള്ളൂ. പല കാര്യങ്ങളും കുട്ടികൾ അല്ലെങ്കിൽ സംസാരിക്കാൻ പഠിക്കുന്നത് എല്ലാം നമ്മൾ ഡയറക്റ്റായിട്ട് സ്വരാക്ഷരങ്ങളോ അന്യരാക്ഷരങ്ങളോ പഠിപ്പിച്ചിട്ടല്ല, അവർ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത്, അവർ ഓട്ടോമാറ്റിക്കായിട്ട് അതെല്ലാം പഠിച്ചെടുക്കുന്നതാണ്. സോ അപ്പം സോഷ്യലൈസേഷൻ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് പല ഡെവലപ്മെൻറ്റും എന്ത് ചെയ്യത്തില്ല, പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളിൽ. Psychologists now realize that socialization continues all across the lifespan as long as people continue to learn from social experience. സോ ഇപ്പം സൈക്കോളജിസ്റ്റ് റിയലൈസ് ചെയ്തിട്ടുണ്ടല്ലേ, സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഒരു ഏജ് എത്തുമ്പോൾ സ്റ്റോപ്പ് ആവുന്നതല്ല. സോ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാ ലൈഫ് സ്പാനിലും, ഇൻഫൻ്റ് ആയിക്കോട്ടെ, അഡൾട്ട്ഹുഡ് ആയിക്കോട്ടെ, ലേറ്റ് അഡൾട്ട്ഹുഡ് ആയിക്കോട്ടെ, എല്ലാ ലൈഫ് സ്പാനിലും നമ്മൾ ജീവിച്ച് മരിക്കുന്നത് വരെയും മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് മിങ്കിൾ ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്പാൻ ത്രൂ ഔട്ട് നമുക്ക് കൊണ്ടുപോകേണ്ട ഒരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻസ്. സോ ഇതിനെങ്ങനെ കുട്ടികളെ അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, എന്തൊക്കെയാണ് ഈ ഇമ്പോർട്ടൻസ്, സോ അവരെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. സോഷ്യലൈസേഷൻ കൺവേർട്സ് മാൻ, ദ ബയോളജിക്കൽ ബീയിങ്, ഇൻ ടു മാൻ, ദ സോഷ്യൽ ബീയിങ്. സോ മാൻ ഇസ് നോട്ട് ബോൺ സോഷ്യൽ. Various instances like the Caspar Kauser, Anna, the Wolf Children of India and others have made it clear that only through constant training the newborn child become സോഷ്യൽ ഇൻ നേച്ചർ. സോഷ്യലൈസേഷൻ എന്തായിരുന്നു, മനുഷ്യൻ എന്താണ് നോർമലി ഒരു ബയോളജിക്കലി മനുഷ്യൻ എന്നുള്ള ബയോളജിക്കലി ഒരു മനുഷ്യനാക്കാതെ ഒരു സോഷ്യൽ ഹ്യൂമൻ, ഒരു സാമൂഹിക ജീവിയായിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഈ സോഷ്യലൈസേഷനാണ് മനുഷ്യനെ ഒരു സാമൂഹിക ജീവിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ അതിൽ കുറച്ച് ഒരു മനുഷ്യൻ എപ്പോഴും ജനിക്കുമ്പോഴത്തേക്ക് സോഷ്യലായിട്ടല്ല ജനിക്കുന്നത്, ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് ആണ് ജനിക്കുന്നത്. സോ അവനെ പിന്നെ അവൻ്റെ ചുറ്റുപാടിൽ നിന്ന് അവൻ്റെ സോഷ്യലൈസേഷൻ്റെ പ്രോസസ്സിലൂടെയാണ് പേഴ്സണാലിറ്റി ആണെങ്കിലും അവൻ്റെ പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. സോ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ കാസ്പർ ഹോസർ, അന്ന, വൂഫ് ചിൽഡ്രൻ എന്നൊക്കെ പറയുന്നത്. സോ കുട്ടികൾ ഒറ്റപ്പെട്ട് കാട്ടിലകപ്പെട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റിൻ്റെ ഭാഗമായിട്ട് അവരെ ജനിക്കുമ്പം തന്നെ മൃഗങ്ങളുമായിട്ട് എന്ത് ചെയ്യും, ഇടപഴകാൻ നോക്കും, അല്ലെങ്കിൽ അവരുടെ സോഷ്യലൈസേഷൻ മൃഗങ്ങളുമായിട്ട് ആയിരിക്കും. അപ്പോൾ അവരുടെ നേച്ചർ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ എല്ലാം ആനിമൽസിനെ പോലെ ആയിരിക്കും. ഉദാഹരണം നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ മൗഗ്ലിയുടെ കാര്യം. സോ മൗഗ്ലിയുടെ എടുത്ത് നോക്കിയാൽ അറിയാമല്ലേ, അത് ആനിമൽസുമായിട്ടാണ് മിങ്കിൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ആനിമൽസിൻ്റെത് പോലെ ആയിരിക്കും, അവർ മനുഷ്യരിടപഴകുന്നത് പോലെയല്ല. സോ അപ്പോൾ അവരതെന്താണ് ചെയ്യുന്നത്, സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെ അവരുടെ ചുറ്റുപാടിൽ നിന്ന് അവർക്ക് കിട്ടിയ സോഷ്യലൈസേഷനിൽ നിന്ന് അവർ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ആർജിച്ചെടുക്കുന്നു. സോ അപ്പം ഒരു എൻവയോൺമെൻറ്റിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് ഈ ഒരു വേർഡിൽ പറയുന്നത്. സോഷ്യലൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത സോഷ്യലൈസേഷൻ കോൺട്രിബ്യൂട്ട്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. സോ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും, സോഷ്യലൈസേഷൻ. നമ്മൾ ഇടപഴകുന്ന ആളുകളുടെ സ്വഭാവം എന്ത് ചെയ്യും, നോർമലി നമുക്ക് അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മളതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ നമ്മൾ പല കുട്ടികളോട് പറയാറുണ്ടല്ലേ, ഇതൊക്കെ ഇവിടെ നിന്ന് പഠിക്കുന്നു, അല്ലെങ്കിൽ ചില എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞാലും പറയാം, അപ്പോൾ മോൻ്റെ കൂട്ടുകെട്ട് കൊള്ളാം, ആരോ ആയിട്ട് അവൻ കമ്പനി ചെയ്യും. സോ അപ്പം എന്ത് ചെയ്യും, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ ഭാഗമാക്കും. പേഴ്സണാലിറ്റി ഈസ് എ പ്രോഡക്റ്റ് ഓഫ് സൊസൈറ്റി. പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. സോ അതൊക്കെ നമ്മൾ പേഴ്സണാലിറ്റി ഡീറ്റെയിൽ നമ്മൾ സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്യും.
അപ്പോൾ മെയിനായിട്ടും സോഷ്യലൈസേഷൻ്റെ കോൺട്രിബ്യൂഷൻസാണ് നോക്കുന്നത്. Socialization is a process through which the personality of the newborn child is shaped and modeled. So, സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെയാണ് പേഴ്സണാലിറ്റി ഒരു ന്യൂ ബോൺ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഷേപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ത്രൂ ദ പ്രോസസ് ദ ചൈൽഡ് ലേൺസ് ആൻഡ് അപ്രൂവ്ഡ് വേ ഓഫ് സോഷ്യൽ ലൈഫ്. സോ ഈ ഒരു പ്രോസസ്സിലൂടെ കുട്ടി സോഷ്യൽ ലൈഫിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സോഷ്യലൈസേഷനിലൂടെയാണ് കുട്ടി മനസ്സിലാക്കുന്നത്. സോ കുട്ടി മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വീട്ടിൽ കുട്ടിയുടെ ഫസ്റ്റ് സോഷ്യലൈസേഷൻ ഏജൻറ്റ് ഏതാണ്? ഫാമിലിയാണല്ലേ. സോ അപ്പോൾ ആ വീട്ടിൽ നിന്ന് എന്ത് പറഞ്ഞു കൊടുക്കുവാനും വേസ്റ്റ് തറയിടരുത്, സോ അങ്ങനെ അത് മോശമാണ്, അങ്ങനെയുള്ള കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടുള്ള കാര്യം കുട്ടി എന്ത് ചെയ്യും? പഠിച്ചെടുക്കും. സോ അത് ഇടപഴകുന്ന അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ്റെ പ്രോസസ്സായിട്ടാണ് അവിടെ കുട്ടി പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ഇനഫ് സ്കോപ്പ് ഫോർ ദ ഇൻഡിവിജ്വൽ ടു ഡെവലപ്പ് ഹിസ് ഇൻഡിവിജ്വാലിറ്റി. സോ അതേസമയം പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ഉണ്ട്, അതുപോലെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. കുട്ടിക്ക് അവൻ്റേതായ ഇൻഡിവിജ്വാലിറ്റി എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഒരാളുമായിട്ട് ഇടപഴകുക, ഞാനിങ്ങനെ ആവരുത്, സോ അയാളുടെ മോശം ഒരാളുടെ വ്യൂവിൽ നോക്കുമ്പോഴത്തേക്കും അത് ശരിയായിരിക്കും, പക്ഷെ മറ്റൊരാളുടെ കണ്ണിൽ അത് തെറ്റായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങും? അത് ഞാൻ അതുപോലെ ചെയ്യരുത്. അപ്പോൾ അത് ഒരു ഇൻഡിവിജ്വാലിറ്റി അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കും. Third one, helps to become disciplined. Socialization is social learning. It is the value, ideas, aims and objectives of life and means of attaining them. So ഇത് കുട്ടിയെ ഒരു ഡിസിപ്ലിൻ കുട്ടിയാക്കാൻ സഹായിക്കും സോഷ്യലൈസേഷൻ. ഇതൊരു സോഷ്യൽ ലേണിംഗ് ആണ്. സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുക, ആ സൊസൈറ്റിയിൽ എക്സ്പെക്റ്റേഷൻ ഇതാണ്, സോ അപ്പോൾ ഇതനുസരിച്ച് നിൽക്കണം. സോ അപ്പോൾ അതിനോട് ഈ വാല്യൂസ് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ വാല്യൂസ് എന്താണ്, ഐഡിയാസ് എന്താണ്, സൊസൈറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അത് അറ്റൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കും. സോ അതുകൊണ്ട് തന്നെ അവൻ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു കുട്ടിയായിട്ട് മാറും. ഇനി ഹെൽപ്സ് ടു ഇനാക്ട് ഡിഫറെൻറ്റ് റോൾസ്. എവറി ഇൻഡിവിജ്വൽ ഹാസ് ടു ഇനാക്ട് ഡിഫറെൻറ്റ് റോൾസ് ഇൻ ഹിസ് ലൈഫ്. Every role is woven around norms and is associated with a different attitude. The process of socialization assists an individual not only to learn the norms associated with the roles but also to develop appropriate attitude to enact those roles. So, സോഷ്യലൈസേഷൻ പ്രോസസ്സ് ഒരു കുട്ടിയുടെ എന്തൊക്കെ റോൾസാണ് അവനുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. സോ ഒരു ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് ഒരു കോമൺ നോംസ് ഉണ്ടെങ്കിൽ, സോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ബിഹേവിയറാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവൻ പല ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അവൻ്റെ റോൾസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഗ്രൂപ്പ് നോംസ് എന്താണോ അത് തിരിച്ചറിഞ്ഞ് അവൻ്റെ റോൾസ് മാറ്റാൻ ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സ് സഹായിക്കും. Provide the knowledge of skills. Socialization skills help the individual to play economic, professional, educational, religious and political roles in his later life. In primitive societies, for example, imparting skill to the younger generation in specific occupation was an important aspect of socialization. So socialization പ്രോസസ്സിലൂടെ knowledge of skills എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു സോഷ്യലൈസേഷൻ സ്കില്ല്, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന ആ ഒരു സ്കില്ല് അവനുണ്ടെങ്കിൽ അവന് ഭാവിയിൽ കുട്ടികളുടെ ഇടയിലാണെങ്കിൽ അവന് നല്ല രീതിയിൽ അവൻ്റെ കൂടെയുള്ള കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്ത് കളിക്കാനും ഇതൊക്കെ പറ്റും. അതുപോലെ അങ്ങനെ സോഷ്യലൈസേഷൻ നല്ല രീതിയിൽ ചെയ്തു വരുന്ന അല്ലെങ്കിൽ ആ സ്കിൽസ് ഉള്ളവർക്ക് ഭാവിയിൽ എക്കണോമിക് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിൽ ചെന്നാൽ പോലും അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ ചെന്നാൽ അല്ലെങ്കിൽ റിലീജിയസ് ഏത് മേഖലയിൽ ചെന്നാലും അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു സക്സസ്ഫുള്ളായിട്ട് നിലനിന്ന് പോകാൻ പറ്റും. So primitive societies, for example, imparting skills to the younger generation in specific occupation was an important aspect of socialization. Younger generations സ്കിൽസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഒക്കുപ്പേഷൻ ആവശ്യമായിട്ടുള്ള സ്കിൽസ് ചെയ്ത് കൊടുക്കുക. സോ ഇതൊരു സോഷ്യലൈസേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്ട്സ് ആണ്. ഇനി സോഷ്യലൈസേഷൻ പ്രോസസ്സ് നമ്മൾ പറഞ്ഞ കണ്ടിന്യൂസ് ആൻഡ് ടൈപ്സ് ആണ് നമ്മൾ പറയുന്നത്. ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ ആണ്. സോ ലൈഫ് ലോങ് പ്രോസസ്സാണ് ഫ്രം ബർത്ത് ടു അഡൾട്ട്ഹുഡ്. സോ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ passes through different phases and there are different types of socialization. There are 6 main type of socialization. So main ആയിട്ട് 6 type of socialization ആണ് പറയുന്നത്. സോ അതിൽ പ്രൈമറി, സെക്കൻഡറി, ജെൻഡർ സോഷ്യലൈസേഷൻ, ആൻറ്റിസിപ്പേറ്ററി, റീസോഷ്യലൈസേഷൻ, അഡൾട്ട് സോഷ്യലൈസേഷൻ.
സോ ഫസ്റ്റ് പ്രൈമറി സോഷ്യലൈസേഷൻ എന്താണെന്ന് നോക്കാം. പ്രൈമറി സോഷ്യലൈസേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ഏർലി ഇയേഴ്സ് ഓഫ് എ ചൈൽഡ് ലൈഫ്. സോ കുട്ടികളുടെ ആദ്യ കാലഘട്ടങ്ങളിൽ നടക്കുന്ന സോഷ്യലൈസേഷനെയാണ് നമ്മൾ പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദ ഇൻഫൻസി ആൻഡ് ചൈൽഡ്ഹുഡ് ഇൻഡിവിജ്വൽ ലേൺ ബേസിക് നോളജ് ആൻഡ് ലാംഗ്വേജ് ടു സർവൈവ് ഇൻ ദ സൊസൈറ്റി. സോ ഇൻഫൻസി അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലാണ് കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഒക്കെ കിട്ടുന്നത്. ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കുട്ടി എന്ത് ചെയ്യുന്നത് പഠിച്ചെടുക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതിനെയാണ് നമ്മൾ പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഒരു കുട്ടിയുടെ ആദ്യത്തെ സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? കുട്ടി ആദ്യം ജനിച്ച് വളരുന്ന ആ ഫാമിലി തന്നെയാണ് അവൻ്റെ പ്രൈമറി സോഷ്യലൈസേഷൻ ഏജൻ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം പ്രൈമറി സോഷ്യലൈസേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ഫാമിലി. സോ ഫാമിലിയിലാണ് എന്ത് ചെയ്യുന്നത് മാക്സിമം കൂടുതൽ പ്രൈമറി സോഷ്യലൈസേഷൻ നടക്കുന്നത്. ഫ്രം ദ ഫാമിലി ആൻഡ് ത്രൂ ദ ഇൻട്രാക്ഷൻ വിത്ത് റിലേറ്റീവ്സ് ഹി ഓർ ഷീ ലേൺ ലാംഗ്വേജ് ആൻഡ് സം ബേസിക് സ്കിൽസ് ത്രൂ direct and indirect observation and experience. He or she gradually learns the basic norm values relating to the social lives. So വീട്ടിലുള്ളവർ അല്ലെങ്കിൽ റിലേറ്റീവ്സ്, സോ ഇവരിൽ നിന്ന് ഇവരുടെ ലാംഗ്വേജുകൾ, സോ അല്ലെങ്കിൽ ഇവരുടെ ബിഹേവിയർ, സോ ഇതെല്ലാം എന്താണ് സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെയാണ് ആ കുട്ടി ഇതെല്ലാം ആർജിച്ചെടുക്കുന്നത്. സോ അത് ഡയറക്റ്റ് ഒബ്സർവേഷൻ ആകാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ ആകാം, അല്ലെങ്കിൽ അവൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് അവൻ എന്തെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിൽ വേണ്ട ബേസിക് നോംസ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കും. ഇതാണ് പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ പ്രൈമറി സോഷ്യലൈസിങ് ഏജൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫാമിലിയാണ്. സെക്കൻഡറി സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ഫ്രം ഔട്ട്സൈഡ് ദ ഇമ്മീഡിയറ്റ് ഫാമിലി റിലേഷൻഷിപ്പ്. സോ ഇത് കുട്ടിയത് ഫാമിലിയിൽ ഒതുങ്ങി നിൽക്കാതെ അവൻ എന്ത് ചെയ്യും, പുറത്തോട്ടൊക്കെ പോയി അല്ലെങ്കിൽ സ്കൂളുകൾ പ്രീ സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫാമിലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അവൻ പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു കാലഘട്ടം വരും. സോ ആ സമയത്ത് വരുന്നതാണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദിസ് ഫേസ് മോർ ദാൻ ദ ഫാമിലി സം അതർ ഏജൻറ്റ്സ് ഓഫ് സോഷ്യലൈസേഷൻ ലൈക്ക് സ്കൂൾ ആൻഡ് പിയർ ഗ്രൂപ്പ് begins to play important role. The growing children learns very important lessons in social conduct from these groups. In other words, secondary socialization generally refers to the social training received by the child in institutional or formal settings and continue throughout the rest of the life. സോ സെക്കൻഡറി എന്ന് പറയുന്നത് ഫാമിലി കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്സുമായിട്ട് സ്കൂളിൽ ചെന്ന് സ്കൂളിലുള്ളവരുമായിട്ട് ഇടപഴകുന്നത് സോഷ്യലൈസേഷൻ നടക്കുന്നത്. സോ ഇതിനെയാണ് സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഗ്രോയിങ് ചൈൽഡിലാണ് ഈ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവൻ പല കാര്യങ്ങൾ സോഷ്യലൈസേഷൻ കാര്യങ്ങളും പറയുന്നത്. സോ പ്രൈമറി സോഷ്യലൈസേഷനിൽ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അതെല്ലാം എവിടെയാണ് തീർക്കുന്നത്? സെക്കൻഡറി സോഷ്യലൈസേഷൻ ഏജൻറ്റിലൂടെയാണ് അവൻ പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഹയർ തലത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ പഠിക്കുന്നത്. ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയാണ്. Yet the gender socialization is powerful and challenges it can be disturbing. Gender learning by infant is mainly an unconscious process. So gender socialization, so അവന് ആണാണോ പെണ്ണാണോ എന്നുള്ളത് ഒരു വളരെ ഭയങ്കര പവർഫുൾ അല്ലെങ്കിൽ ചലഞ്ചായിട്ടുള്ളൊരു അല്ലെങ്കിൽ അവരുടെ ഡിസ്റ്റർബ് ചെയ്യുന്നൊരു കാര്യങ്ങളായിരിക്കും ഈ ജെൻഡർ സോഷ്യലൈസേഷൻ. സോ ആൺകുട്ടി എന്താ അങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ പെൺകുട്ടി എന്താണ് ഇങ്ങനെ. സോ ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവൻ നോർമലി അവൻ എന്ത് ചെയ്യും, അൺകോൺഷ്യസ് ആയിട്ട് ഇത് ഈ ഒരു കാര്യം പഠിച്ചെടുക്കുക. ജെൻഡറാ, ആൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ, പെൺകുട്ടികളാണ് ഇങ്ങനെയാണ് എന്നുള്ള കാര്യം അൺകോൺഷ്യസ് ഒരു പ്രോസസ്സിലൂടെ അവൻ പഠിച്ചെടുക്കും. ബിഫോർ എ ചൈൽഡ് can see itself as either a boy or a girl, it receives a range of pre-verbal cues from adult. Men and women usually handle infants differently. Women's cosmetic contains scents which are different from those babies. Learn to associate with men and other systematic difference in dress, hairstyles and so on. Provide visual cues during the learning process. So ഒരു കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പായി വെർബലി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ കുട്ടി എങ്ങനെ അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നത് അഡൾട്ട് തന്നെ എന്ത് ചെയ്യും, ചെറിയ ഇൻഫർമേഷൻസ് കൊടുക്കും അല്ലേ. മെൻസ് ആണെങ്കിൽ മെന്നാണെങ്കിൽ വിമനാണെങ്കിലും പറയാം, പെൺകുട്ടികളായാൽ ഇങ്ങനെ ചെയ്യണം, ആൺകുട്ടികളായാൽ ഇങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, ഒരു ആൺകുട്ടിയാണെങ്കിൽ അവൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു ബാർബി ഡോൾ സെറ്റ് വെച്ച് കളിക്കുകയാണ്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, സോ ഇതൊക്കെ പെൺകുട്ടികൾ കളിക്കുന്ന കളിയാണ്, സോ അങ്ങനെ കളിക്കരുത്, സോ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക. സോ അപ്പോൾ അവൻ അവിടെ എന്ത് ചെയ്യും, മനസ്സിലാക്കും ആൺകുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റില്ല, പെൺകുട്ടികളുടെ കളിക്കാൻ പാടില്ല. സോ അങ്ങനെയൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് എന്ത് ചെയ്യും, ജെൻഡർ സോഷ്യലൈസേഷനിലൂടെ മനസ്സിലാക്കിയെടുക്കും. അതുപോലെ വിമൻസിൻ്റെ കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നത് വിമൻസാണ്, ബോയ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും അവൻ്റെ സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെ പല കാര്യങ്ങളും, ജസ്റ്റ് എക്സാമ്പിൾസാണ് ഇതിലെല്ലാം കൊടുത്തിരിക്കുന്നത്, അതെല്ലാം മനസ്സിലാക്കിയെടുക്കും.
By the age of 2, children have an understanding of whether they are boys or girls and can usually categorize others accurately. Not until the age of 5 or 6 does a child know that a person gender doesn't continually change. സോ 2 വയസ്സാകുമ്പോഴത്തേക്ക് അവൻ എന്താണ്, അവൻ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള കാര്യം അവൻ പല അഡൾട്ടിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസിൽ നിന്ന് അവൻ ആർജിച്ചെടുക്കും. ഞാൻ ആൺകുട്ടിയാണ്, സോ എൻ്റെ ഞാൻ ബിഹേവ് ചെയ്യേണ്ട ഇങ്ങനെയാണെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കി എടുക്കും. സോ ഒരു 5-6 വയസ്സ് എത്തുമ്പോഴായിരിക്കും അവന് മനസ്സിലാകുന്നത് എന്താ ഒരു ജെൻഡർ എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്യില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. സോ അടുത്തത് ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷനാണ്. ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് സമൺ ഇസ് കോൺഷ്യസ്ലി സോഷ്യലൈസ്ഡ് ഫോർ ഫ്യൂച്ചർ ഓക്കുപ്പേഷൻ, പൊസിഷൻ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. സോ ആൻറ്റിസിപ്പേറ്ററി എന്ന് പറയുന്നത് നമ്മൾ കോൺഷ്യസ് നമുക്ക് വേണമെന്ന് വിചാരിച്ച് ഡെലിബറേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ സോഷ്യലൈസേഷൻ നടക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സോഷ്യലൈസ് ചെയ്യുകയാണ്. എന്തിനാ, എന്തെങ്കിലും ഒരു ജോലിയിൽ കയറണമെങ്കിൽ എനിക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ വേണം എന്ന് വിചാരിച്ച് ഒരാളുമായിട്ട് അല്ലെങ്കിൽ കുറേ ആൾക്കാരുമായിട്ട് സോഷ്യലൈസ് ആകുന്നു. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ പോകണം. സോ അപ്പോൾ അവിടെ ഉള്ളവരുടെ ബിഹേവിയർ ഇങ്ങനെയാണ് എന്ന് വിചാരിച്ച് അതേ രീതിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺഷ്യസ് ആയിട്ട് നമ്മൾ സോഷ്യലൈസേഷൻ നടക്കുന്നു. സോ ഇതിനെയാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഉദാഹരണം പറഞ്ഞാൽ എന്താണ്, കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ വീട്ടിൽ പോകും. സോ എൻറ്റയർലി ഡിഫറെൻ്റ് അല്ലേ, സ്വന്തം വീട്ടിലെ പോലെ അല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സോഷ്യലൈസേഷൻ ഏജൻ്റാണ്. സോ അവിടെ എന്ത് ചെയ്യുന്നു, അവരത് അഡാപ്റ്റ് ചെയ്യുന്നു. Through anticipatory socialization, people are socialized into group to which they wish to or have to join, so that entry into the group does not seem to be very difficult. സോ ഈ ഒരു സോഷ്യലൈസേഷൻ നേരത്തെ മനസ്സിലാക്കിയെടുക്കുന്ന ഈ ഗ്രൂപ്പുകാർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിലുള്ള അവർ ചെയ്യുന്നത് ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്ത് ആ ഗ്രൂപ്പിലോട്ട് അവർ സ്വയമേ എന്ത് ചെയ്യുന്നു, കോൺഷ്യസ്ലി അതിലോട്ട് എൻ്റർ ചെയ്യാൻ പോകണം. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നത്തില്ല. സോ കല്യാണത്തിന് മുമ്പ് തന്നെ ഭർത്താവ് പറഞ്ഞു കൊടുക്കുക, എൻ്റെ വീട്ടിലെ ചിട്ട ഇങ്ങനെയാണ് അല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറയാണ്. സോ അപ്പം അവരതുമായിട്ട് എന്ത് ചെയ്യും, ആ രീതിയിൽ അഡ്ജസ്റ്റഡ് ആകാൻ നോക്കും. Some people suggest that parents are the primary source of anticipatory socialization when it comes to socializing their children for future careers or social roles. So ചിലർ പറയാനുണ്ട് പാരൻസ് തന്നെ എന്തായിട്ട് മാറും, പ്രൈമറി ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ്റെ പ്രൈമറി സോഴ്സായിട്ട് മാറും. കുട്ടികൾ തന്നെ പറഞ്ഞിട്ടില്ലേ, ഡോക്ടർ ആവണം, അമ്മയ്ക്കും അച്ഛനും ആഗ്രഹമല്ലേ കുട്ടികളെ ഡോക്ടറാക്കണം. അപ്പോൾ ഡോക്ടറിൻ്റേതായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സോഷ്യലൈസേഷൻ കുട്ടിയെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ മോൻ IAS ആക്കുക. സോ അപ്പോൾ അതിൻ്റെ രീതിയിൽ ആ ഒരു റോളിലോട്ട് കുട്ടിയെ സോഷ്യലൈസ് ചെയ്യുക. സോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പാരൻസ് ചെയ്യാറുണ്ട്. സോ വേണമെന്ന് വിചാരിച്ച് കോൺഷ്യസ്ലി നമ്മൾ ചെയ്യുന്ന സോഷ്യലൈസേഷനാണ് ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റീസോഷ്യലൈസേഷൻ refers to the process of leaving certain behavior pattern and roles in order to adopt new one as part of one's evolution in life. സോ റീസോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ നമ്മുടെ ഒരു ബിഹേവിയർ പാറ്റേൺ അല്ലെങ്കിൽ റോൾസ് എല്ലാം വിട്ടിട്ട് പുതിയൊരു ഗ്രൂപ്പിലോട്ട് ചെല്ലാൻ വേണ്ടി അവിടെയുള്ള റോൾസും ഒക്കെ എന്ത് ചെയ്യും, അഡോപ്റ്റ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാമെന്നു. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം പ്രീവിയസ് നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ എന്ത് ചെയ്യും, ബിഹേവിയർ പാറ്റേൺ എല്ലാം അവിടെ കളഞ്ഞ് പുതിയൊരു ലൈഫിലോട്ട് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അതും മാരേജ് തന്നെ പറയാമല്ലേ, മുമ്പുണ്ടായിരുന്ന എല്ലാ പാറ്റേൺസും മാറ്റി വെച്ച് പുതിയൊരു സ്ഥലത്തോട്ട് പോയി അവിടെയുള്ള റോൾസ് എന്ത് ചെയ്യാൻ തുടങ്ങും. സോ മുമ്പ് വീട്ടിൽ അമ്മ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുത്ത് ഇരിക്കുന്ന മോളായിരിക്കും അല്ലേ, കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ അവിടെ കംപ്ലീറ്റ്ലി ഇത് ഫോളോ ചെയ്യത്തില്ല, അവിടെ അയാളായിരിക്കില്ലേ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഒരു റീസോഷ്യലൈസേഷൻ പണ്ടുണ്ടായിരുന്ന എല്ലാ ബിഹേവിയറും മാറ്റി പുതിയൊരു പാറ്റേണിലോട്ട് വന്നു. Resocialization occurs when there is a major transformation in the social role of a person. സോ ഇത് റീസോഷ്യലൈസേഷൻ നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കും, ഒരു വ്യക്തിയുടെ സോഷ്യൽ റോളിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ടാണ് അവിടെ റീസോഷ്യലൈസേഷൻ നടക്കുന്നത്. സോ മകളെന്നുള്ള റോളിൽ നിന്ന് വൈഫ് എന്നുള്ളൊരു റോളിലോട്ട് പോയി. സോ അതാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സോഷ്യൽ റോൾ ഓഫ് എ പേഴ്സൺ. ഇറ്റ് occurs throughout life where individual experience radical breakthrough from their past experience and learn new manners and values which are starkly different from what they had learned previously. സോ ഇത് നമ്മുടെ ത്രൂ ഔട്ട് ലൈഫിൽ നടക്കുമല്ലേ, ഇത് റാഡിക്കലാണ്. നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നും
പിന്നെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നൊക്കെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ മാനേഴ്സ് അല്ലെങ്കിൽ പുതിയ വാല്യൂസ് എല്ലാം എന്ത് ചെയ്ത് കൊടുക്കും, പഠിക്കും. സോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സ്പീരിയൻസ് വന്ന് അതിൽ മോശമാണെന്ന് അറിയുമ്പോൾ നമ്മുടെ ക്യാരക്ടർ അതിൽ നിന്ന് മാറ്റും. സോ അപ്പം എന്ത് ചെയ്യും, ഓരോ കാലഘട്ടത്തിലും നമ്മുടെ എക്സ്പീരിയൻസിൽ വരുന്ന ചേഞ്ചസ്, അതിലെ പോസിറ്റീവും നെഗറ്റീവ്സും അനുസരിച്ച് നമ്മൾ ക്യാരക്ടർ അല്ലെങ്കിൽ റീസോഷ്യലൈസേഷൻ നടന്നുകൊണ്ടേയിരിക്കും. Adult socialization takes place in adulthood when individuals adapt to new roles such as that of husband, as wife, or an employee. This is related to their needs and wants. People continue to learn values and behavior pattern throughout life. So adult socialization എന്ന് പറയുന്നത് ഒരു അഡൾട്ട്ഹുഡിൽ എത്തുന്ന വ്യക്തികളിൽ സ്വാഭാവികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം അല്ലേ. സോ ഒരു കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടും. ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ കുട്ടികളുണ്ട് അല്ലെങ്കിൽ ജോലി ഉണ്ട്. സോ അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് ഉണ്ടായിരുന്ന ആ റോൾ മാറും. അഡൾട്ട്ഹുഡ് എത്തുന്നതിനനുസരിച്ച് ആ സോഷ്യലൈസേഷൻ ഏജൻറ്റിൽ ചേഞ്ച് വരും. ഇത് ഓരോ വ്യക്തികളുടെയും നീഡ്സും അവരുടെ വോൺസും ഒക്കെ അനുസരിച്ചായിരിക്കും ഈ സോഷ്യലൈസേഷൻ നടക്കുന്നത്. സോഷ്യലൈസേഷൻ ഡസ് നോട്ട് ഹാവ് എനി ഫിക്സഡ് ടൈം പീരീഡ്. സോ ഇതിന് ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ ഒരു സോഷ്യലൈസേഷൻ നടക്കണം എന്നൊന്നുമില്ല. അതൊക്കെ ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ബിഗിൻസ് അറ്റ് ബർത്ത് ആൻഡ് കണ്ടിന്യൂ ടിൽ ഓൾഡ് ഏജ്. സോ ജനിക്കുന്നത് തൊട്ട് വയസ്സാകുന്നത് വരെ നമ്മൾ ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യുന്നു, ഇടപഴകേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സും നിലനിൽക്കും. ഇൻ ട്രഡീഷണൽ സൊസൈറ്റി ദ ഓൾഡർ പീപ്പിൾ ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദ ഫാമിലി. സോ ഇനി അടുത്ത് നമുക്ക് സോഷ്യലൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സോ അത് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുക്കത്തില്ല, നമുക്ക് ഏതൊക്കെയാണെന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഫാമിലി. സോ ഫാമിലിയെക്കുറിച്ച് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പറയുന്നുണ്ട്. സോ ഫാമിലി ഈസ് എ സെൻറ്റർ ഓഫ് ചൈൽഡ് ലൈഫ് ആസ് ഇൻഫൻറ്റ് ആർ ടോട്ടലി ഡിപ്പെൻഡൻറ്റ് ഓൺ അതേഴ്സ്. സോ ഫാമിലിയാണ് ഒരു ഫസ്റ്റ് കുട്ടിയുടെ പ്രൈമറി സോഷ്യലൈസേഷൻ ഏജൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഫാമിലിയാണ്. കുട്ടി പല കാര്യങ്ങൾ അല്ലെങ്കിൽ ടോട്ടലി ഡിപ്പെൻഡ് ആവുന്ന ആരെയാണ്, ഫസ്റ്റ് ആദ്യ കാലഘട്ടങ്ങളിൽ ഫാമിലിയാണ്. സോ റിലീജിയൻ ഏജൻറ്റ് ഓഫ് സോഷ്യലൈസേഷൻ ഡിഫറെൻറ്റ് എഫക്ട്സ് അക്രോസ് റിലീജിയസ് ട്രഡീഷൻ. സോ റിലീജിയൻ എന്താണ്, ഒരു ഏജൻറ്റ് ഓഫ് സോഷ്യലൈസേഷൻ ആണ്. സോ ഇതിലൂടെ പല ട്രഡീഷൻസ് ഇതെല്ലാം പല രീതിയിലുണ്ടെന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ റിലീജിയനിലുള്ളവർക്കും ഓരോ തരത്തിലുള്ള കീഴ്വഴക്കങ്ങളാണെന്നുള്ള കാര്യങ്ങൾ, കസ്റ്റംസ് ആണെന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യുന്നു, റിലീജിയൻസിലൂടെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതുപോലെ പിയർ ഗ്രൂപ്പ് ഇസ് എ സോഷ്യൽ ഗ്രൂപ്പ് ഹൂസ് മെമ്പേഴ്സ് ഹാവ് ഇൻട്രസ്റ്റ്, സോഷ്യൽ പൊസിഷൻ ആൻഡ് ഏജ് ഇൻ കോമൺ. സോ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പാണ്. സോ ഇതിവിടെ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണല്ലോ, അവരുടെ തന്നെ കൂട്ടമാണല്ലേ. സോ അപ്പോൾ അവരെ പോലെ തന്നെ ആയിരിക്കും അവരും മറ്റുള്ള ആ കൂട്ടത്തിലുള്ളവരും ചിന്തിച്ചിരിക്കുക. സോ അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ അവർക്കൊരു സോഷ്യൽ പൊസിഷൻ കാണും. സോ കോമൺ ആയിട്ട് അവർക്ക് എന്താ, പിയർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏജ് കോമൺ ആയിട്ടുള്ളവരായിരിക്കും ഒരു പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. In legal system, children are pressured from both parents and peers to conform and obey certain laws or norms of the group or community. So children, നമ്മുടെ ലോസ് അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റം ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, പാരൻസും പിയേഴ്സും എല്ലാം കുട്ടികളെ പ്രഷർ ചെയ്യും, ഇങ്ങനെ ചെയ്യരുത്, ഇത് ചെയ്താൽ തെറ്റാണ്. സോ അങ്ങനെ ഒരു ലീഗൽ സിസ്റ്റം ഉണ്ട്. അതുപോലെ മാസ് മീഡിയ ദ മീൻസ് ഫോർ ഡെലിവറിങ് ഇംപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റഡ് ടു എ വാസ്റ്റ് ഓഡിയൻസ്. മാസ് മീഡിയാസ്. സോ മീഡിയാസിലൂടെ പല രീതിയിലുള്ള ഇംപേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സോ നമ്മൾ മീഡിയാസ് തുറന്നു നോക്കിയാൽ എന്താ ഒരുപാട് കാര്യങ്ങൾ കാണാം അല്ലേ. സോ ഇതെല്ലാം ഇംപേഴ്സണലായിട്ട് കുട്ടികളിലൂടെ പല കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ പ്രോസസ്സ് നടത്തുന്നുണ്ട്. സോ ഇനി നമുക്ക് കുറച്ച് തിയറീസ് ഓഫ് സോഷ്യലൈസേഷൻ ആണ്. സോ ഇതിൽ തിയറി അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണമെന്നില്ല, ഏതൊക്കെ തിയറിയാണ്, അത് ആരുടെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മാത്രം മെയിനായിട്ടൊന്ന് നോക്കിക്കൊണ്ട് പോവുക. സോ ഒബ്ജക്റ്റ് റിലേഷൻ തിയറിയാണ്. സോ ഇത് മെലൈൻ ക്ലെയിൻ്റെ റിലേഷൻ തിയറിയാണ്, സോഷ്യലൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു തിയറിയാണ് ഒബ്ജക്റ്റ് റിലേഷൻ തിയറി എന്ന് പറയുന്നത്. ചിൽഡ്രൻ ലേൺ ത്രൂ ടേക്കിംഗ് ദ റോൾ ഓഫ് സിഗ്നിഫിക്കൻറ്റ് അതേഴ്സ്, എസ്പെഷ്യലി ദ ഫസ്റ്റ് കെയർ ഗീവർ, ദ മദർ. സോ ഈ ഒബ്ജക്റ്റ് റിലേഷൻ തിയറി എന്ന് പറയുന്നത് കുട്ടികൾ എന്ത് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ അവരെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്ന വ്യക്തിയുടെ റോൾ എന്ത് ചെയ്യും, അവരത് ഇതാക്കും. കുട്ടികൾ കണ്ടില്ലേ, ചെറിയ കുട്ടികൾ എന്ത് ചെയ്യും, അവർ അമ്മമാർ കെയർ ചെയ്യുന്ന രീതിയിൽ കയ്യിൽ വെച്ച് താരാട്ടുകയും പാട്ടുപാടുകയൊക്കെ ചെയ്തില്ലേ. സോ അതേ കാര്യം തന്നെ ഒരു കുട്ടി എന്ത് ചെയ്യും, അത് കണ്ട് അവനത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക. അവൻ്റെ അമ്മ ചെയ്യുന്ന രീതി കുട്ടിയെ ഉറക്കുകയും കുട്ടിയെ പൊട്ടുപൊടിക്കുകയും അതൊക്കെ ചെയ്യും. സോ ഇതാണ് ഒബ്ജക്റ്റ് റിലേഷൻ തിയറിയിൽ പറയുന്നത്. സജസ്റ്റ് ദാറ്റ് ദ വേ പീപ്പിൾ റിലേറ്റ് ടു അതേഴ്സ് ആൻഡ് സിറ്റുവേഷൻസ് ഇൻ ദെയർ അഡൾട്ട് ലൈവ്സ് ഇസ് ഷേപ്ഡ് ബൈ ഫാമിലി എക്സ്പീരിയൻസ് ഡ്യൂറിങ് ഇൻഫൻസി.
സോ ഈ ഒരു തിയറിയിലൂടെ പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ ഒരു അഡൾട്ട് ജീവിതം ഷേപ്പ് ചെയ്യുന്നത് ഈ ഒരു ഇൻഫൻസി ടൈമിൽ അവന് കിട്ടുന്ന എക്സ്പീരിയൻസിലൂടെയാണെന്നാണ് പറയുന്നത്. ഫർദർമോർ ഇറ്റ് ഓൾസോ എംഫസൈസ് ദാറ്റ് ഹ്യൂമൻസ് ആർ പ്രൈമർലി മോട്ടിവേറ്റഡ് ബൈ ദ നീഡ് ഫോർ കോണ്ടാക്ട് വിത്ത് അതേഴ്സ്, ദ നീഡ് ടു ഫോം റിലേഷൻഷിപ്പ്. സോ അതുപോലെ തന്നെ ഇത് പറയുന്നത് ഒരു ഹ്യൂമൻ്റെ പ്രൈമർലി മോട്ടിവേഷനാണെന്ന് പറയുന്നത് അവന് എപ്പോഴും എന്താണ് ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യണമെന്നുള്ളത് എംഫസൈസ് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അവൻ എപ്പോഴും എന്താണ് എന്ത് കാര്യത്തിനെ എന്ത് ചെയ്യണം, റിലേറ്റ് ചെയ്യണം, റിലേഷൻഷിപ്പ് ഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. സോ കുട്ടിയാണെങ്കിൽ പോലും അവൻ എന്ത് ചെയ്യും, അവൻ ഏറ്റവും അല്ലെങ്കിൽ അടുപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ അമ്മയാണ്. സോ അപ്പോൾ അമ്മയാണ് അല്ലെങ്കിൽ അച്ഛനാണല്ലോ അവൻ്റെ ഏറ്റവും വലിയ റിലേഷൻഷിപ്പ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അഡോളസൻ്റ് ഏജ് എത്തുമ്പോൾ അത് പിയർ ഗ്രൂപ്പാവും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഫാമിലിയാവും. അവൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊക്രിയേഷനിലൂടെ അവൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫാമിലിയിലോട്ടാണ്. സോ അപ്പോൾ ഓരോ സമയത്ത് അവൻ്റെ എംഫസിസ് എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യുക എന്നാണ്. സോ ഇതാണ് ഒരു ഒബ്ജക്റ്റ് റിലേഷൻ തിയറി എന്ന് പറയുന്നത്. സോ ഇത് ബൈ മെലൈൻ ക്ലെയിൻ്റെ ആണ്. അടുത്ത സൈക്കോ അനലറ്റിക് തിയറി, ഇത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയാണ് സൈക്കോ അനലറ്റിക് തിയറി എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമ്മൾ പേഴ്സണാലിറ്റിയിൽ പഠിക്കും. സീസ് പേഴ്സണാലിറ്റി ആസ് ബീയിങ് എ റിസൾട്ട് ഓഫ് അൺകോൺഷ്യസ് മോട്ടിവേഷൻ. സോ ഇവിടെ പേഴ്സണാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ തിയറീസ് ഒരുപാടുണ്ട്. സോ ഇതിൽ മെയിനായിട്ടും ഇതിൽ പറയുന്നത് അൺകോൺഷ്യസിനാണ് കൂടുതൽ. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ്, നമുക്ക് അതുപോലും അറിയാത്ത നമുക്കൊരു അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കമ്പോണൻറ്റ് ഓഫ് പേഴ്സണാലിറ്റിയുടെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഇത് ഈഗോ, സൂപ്പർ ഈഗോ ഒക്കെയാണ്. ഇത് നമ്മൾ ജസ്റ്റ് ബേസിക് പറഞ്ഞതേ ഉള്ളൂ. ഇത് ഓരോന്നും ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് സൈക്കോളജിയിലാണെന്നേ ഉള്ളൂ. ഇവിടെ സൈക്കോ അനലറ്റിക് തിയറി സോഷ്യലൈസേഷൻ തിയറിയിൽ വരുന്നത് കൊണ്ട് തന്നെ അത് ആരുടെയാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയാണ്. സോ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി തന്നെ ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. If a child does not develop normally and the super ego does not become strong to overcome it, antisocial behavior may result. സോ ഇതെന്ന് പറയുന്നത് ഒരു കുട്ടി ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു പ്ലഷർ പ്രിൻസിപ്പിളാണ്. പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികളെ പോലെ അവൻ എന്ത് വിചാരിക്കുന്നോ അതിൻ്റെ കോൺസിക്വൻസ് ഒന്നും നോക്കാതെ എന്ത് ചെയ്യാൻ നോക്കും, അത് വേണമെന്ന് വിചാരിക്കുക. അവിടെ മോറൽ വാല്യൂസ് ഒന്നും നോക്കാതെ നോക്കും. സോ അപ്പോൾ ഈ ഒരു ഇത് ഏറ്റവും കൂടി നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ പിന്നെ ഭാവിയിലുള്ള ബിഹേവിയർ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ആയിരിക്കും. അവൻ വലുതാകുമ്പോഴും അവൻ എന്ത് ചെയ്യും, എൻ്റെ ഇഷ്ടം ഇതാണ്, ഞാൻ അപ്പോൾ അത് നിറവേറും എന്നുള്ള രീതിയിലോട്ട് ആൻറ്റി സോഷ്യൽ ബിഹേവിയറിലോട്ട് പോകും. സോ ഇതാണ് സൈക്കോ അനലിറ്റിക് തിയറി എന്ന് പറയുന്നത്. സോഷ്യൽ ലേണിംഗ് തിയറി, സോ ഇത് ആൽബർട്ട് ബന്ദൂരയുടെയാണ് സോഷ്യൽ ലേണിംഗ് തിയറി. സോഷ്യൽ ലേണിംഗ് തിയറിയൊക്കെ നമ്മൾ സൈക്കോളജിയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ആൽബർട്ട് ബന്ദൂരയുടെയാണ്. സോ ഇതൊരു ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ് വെച്ച് അദ്ദേഹം ചെയ്തൊരു ഇതാണ്. കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടി വിയിൽ കാണിക്കുന്ന വയലൻസ് ആണെങ്കിൽ ആ വയലൻസ് കുട്ടി ആ ഡോളിനോട് ചെയ്യും. പക്ഷെ അത് സ്നേഹിക്കുന്നതാണെങ്കിൽ അത് കുട്ടി സോ അപ്പോൾ കുട്ടികൾ കാണുന്ന അല്ലെങ്കിൽ അവന് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ പകർത്തുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നുള്ള കാര്യങ്ങളിലൂടെയാണ് പല കാര്യങ്ങളും ഇമിറ്റേറ്റ് ചെയ്യുന്നതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു തിയറിയിൽ പറയുന്നത്. ഇനി ഫങ്ഷണലിസ്റ്റ് തിയറി എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊപ്പോണൻ്റ് എന്ന് പറയുന്നത് എമിലി ഡർക്കിമാണ്. സീ സൊസൈറ്റി ആസ് എ സ്ട്രക്ചർ വിത്ത് ഇൻ്റർ റിലേറ്റഡ് പാർട്സ് ഡിസൈൻ ടു മീറ്റ് ദ ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ നീഡ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ ദാറ്റ് സൊസൈറ്റി. സോ ഫങ്ഷണലിസ്റ്റ് തിയറി അനുസരിച്ച് ഒരു വ്യക്തിയുടെ ബയോളജിക്കലായും സോഷ്യൽ നീഡ്സും എല്ലാം നിറവേറുന്ന അവൻ്റെ സൊസൈറ്റിയിൽ നിന്ന് തന്നെയെന്നാണ് പറയുക, അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. സോ അല്ലെങ്കിൽ ഫങ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ. ഇതിൽ നമുക്ക് ഇതിനായിട്ട് പേരുകൾ മാത്രം നോക്കി വെച്ചിരിക്കുക. കോൺഫ്ലിക്റ്റ് തിയറി എന്ന് പറയുന്നത് കാൾ മാക്സിൻ്റെയാണ്. സോഷ്യൽ ഗ്രൂപ്പ്സ് കമ്പീറ്റ് ഓവർ മെറ്റീരിയൽ ഗുഡ്സ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് വാല്യൂസ്. സോ ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിലുള്ള വ്യക്തികൾ തമ്മിൽ എന്തൊക്കെയൊക്കെ ആയിരിക്കും കോമ്പറ്റീഷൻ. സോ ചിലപ്പോൾ അത് മെറ്റീരിയൽ ഗുഡ്സിന് എന്തെങ്കിലും ഒബ്ജക്റ്റിനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റീസിനായിരിക്കും, ചിലപ്പോൾ അത് വാല്യൂസിന് വേണ്ടിയായിരിക്കും. സോ എന്താണെങ്കിലും അവിടെ എന്തുണ്ട്, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അവർ തമ്മിലൊരു തർക്കമുണ്ട്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഡെവലപ്പ് ചെയ്യും. സോ അപ്പോൾ കോൺഫ്ലിക്റ്റിലൂടെ അല്ലെങ്കിൽ കോമ്പറ്റീഷനിലൂടെയാണ് ഏതൊരു ഗ്രൂപ്പ് എടുത്ത് നോക്കിയാലും ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സം സോഷ്യൽ ഗ്രൂപ്പ് ഡോമിനേറ്റ് അതേഴ്സ് ആൻഡ് ദേ ഡിക്റ്റേറ്റ് സോഷ്യൽ ഓർഡർ. ചില സോഷ്യൽ ഗ്രൂപ്പുകാരെ എന്ത് ചെയ്യും, മറ്റു ഗ്രൂപ്പുകാരെ ഡോമിനേറ്റ് ചെയ്യും. പവർ കൂടുതലുള്ളവർ ചെറിയ ഗ്രൂപ്പുകാരെ എന്ത് ചെയ്യാൻ നോക്കും, ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇനിക്വാലിറ്റീസ് എമംഗ് ഹ്യൂമൻ ബീങ് ജനറേറ്റ് കോൺഫ്ലിക്റ്റ് നീഡിങ് ടു ബി റിസോൾവ്ഡ്. സോ ഇനിക്വാലിറ്റീസ്
ഓരോ ഗ്രൂപ്പിൻ്റെ ഇടയ്ക്ക് തന്നെയും ഓരോ ആൾക്കാരെയും പാർഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടുന്നത് മറ്റേയാൾക്ക് കൊടുക്കത്തില്ല. ഒരു ഇനീക്വാലിറ്റി ഉണ്ടാകുമ്പോൾ അത് അവിടെ എന്ത് ചെയ്യും, ഒരു കോൺഫ്ലിക്റ്റ് ഡെവലപ്പ് ചെയ്യും. അതിൻ്റെ ഇടയിൽ എന്തുകൊണ്ട് എനിക്കത് കിട്ടിയില്ല, എന്തുകൊണ്ട് ഇത് കിട്ടിയില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടുവരും. സോ അപ്പം സോഷ്യൽ ചേഞ്ച്, ഒരു സൊസൈറ്റിയിൽ സോഷ്യൽ ചേഞ്ച് നടക്കണമെങ്കിൽ നടക്കുന്നത് ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്, കോൺഫ്ലിക്റ്റ് തിയറിയിൽ പറയുന്നത്. അടുത്ത ലുക്കിംഗ് ഗ്ലാസ് തിയറിയാണ്. സോ ഇത് ചാൾസ് CH ഹോളിയുടെയാണ് ലുക്കിംഗ് ഗ്ലാസ് തിയറി എന്ന് പറയുന്നത്. ദ തിയറി സ്റ്റേറ്റ് ദാറ്റ് എ പേഴ്സൺ സെൽഫ് ഗ്രോസ് ഔട്ട് ഓഫ് സൊസൈറ്റി ഇന്റർപേഴ്സണൽ ഇൻറ്ററാക്ഷൻസ് ആൻഡ് ദ പെർസെപ്ഷൻ ഓഫ് അതേഴ്സ്. People shape themselves based on what other people perceive and confirm other people's opinion on themselves. So ലുക്കിംഗ് ഗ്ലാസ് തിയറിയിൽ ഇദ്ദേഹം CH ഹൂലെ പറയുന്നത്, ഇതിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് അയാളെ കാണുന്നത്, ഞാൻ എന്നെക്കുറിച്ച് കാണുന്നത് മറ്റുള്ളവർ എന്നെക്കുറിച്ച് ഇങ്ങനെ ആയിരിക്കും, ഞാനൊരു അല്ലെങ്കിൽ ഞാൻ നല്ലതാണെന്നാണ് എല്ലാവരും കാണുന്നത്. സോ അതാണ് ലുക്കിംഗ് ഗ്ലാസ്സിൽ. മറ്റുള്ളവരുടെ ഒപ്പീനിയൻ അവരെന്തായിട്ടെടുക്കും, അവരുടേതായിട്ടെടുക്കും. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും എന്നെ ഇങ്ങനെയായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ മോശമായിരിക്കും. സോ എന്നുള്ള മറ്റുള്ളവർ എന്നെ പെർസീവ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളതിനെ എന്ത് ചെയ്യുക, അഡാപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളെ തന്നെ പെർസീവ് ചെയ്യാൻ തുടങ്ങും. സോ അതാണ് ലുക്കിംഗ് ഗ്ലാസ് തിയറി എന്ന് പറയുന്നത്. The looking glass theory state that we change our self-perception based on how we guess others perceive us, not on how they actually perceive. സോ ഇതിലൂടെ നമ്മളെ തന്നെ പെർസീവ് ചെയ്യുക, മറ്റുള്ളവർ എന്നെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, പക്ഷേ ആക്ച്വലി അവരങ്ങനെ ആയിരിക്കത്തില്ല. പക്ഷെ നമ്മളവിടെ എന്ത് ചെയ്യുകയാണ്, അവരെന്നെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ തന്നെ പെർസീവ് ചെയ്യും. സോ ഇതാണ് ലുക്കിംഗ് ഗ്ലാസ് തിയറി എന്ന് പറയുന്നത്. If you revise how you think about yourself, then you are changing your mind about your self-concept. സോ ചിലർ പറയാറുണ്ടല്ലേ, സോ നീ നിന്നെ എങ്ങനെയാണ് കാണുന്നത്. സോ മറ്റുള്ളവരുടെ കണ്ണിലൂടെ എന്ത് ചെയ്യാൻ നോക്കരുത്, നമ്മളെ നോക്കരുത്. നമ്മുടെ സെൽഫ് കൺസെപ്റ്റ്, നമുക്ക് നമ്മളെ തന്നെ എന്താണെന്ന് അറിയണം. മറ്റുള്ളവർ എന്നെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ള രീതിയിൽ കാണാതെ ഇരിക്കുക. സോ അതാണ് ലുക്കിംഗ് ഗ്ലാസ് തിയറിയിൽ. അടുത്ത സോഷ്യൽ സെൽഫ് തിയറിയാണ്. ഇത് ഹെർബർട്ട് മേഡിൻ്റെയാണ്. വൺസ് ഐഡൻറ്റിറ്റി എമേർജ് ഔട്ട് ഓഫ് എക്സ്റ്റേണൽ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് ആൻഡ് ഇൻറ്റേർണൽ ഫീലിങ്സ് ഓഫ് വൺ സെൽഫ്. സോ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി എമേർജ് ചെയ്യുന്നതെന്ന് പറയുന്നത് അവരുടെ എക്സ്റ്റേണലിലുള്ള പുറത്ത് നിന്നുള്ള ഇൻറ്ററാക്ഷൻ, സോഷ്യൽ ഇൻറ്ററാക്ഷൻസും അതുപോലെ ഒരു വ്യക്തിയുടെ ഇൻറ്റേർണലിലുള്ള ഫീലിങ്സ്, ഞാൻ എന്താണ്, വൺ സെൽഫ്, ഞാൻ എന്നുള്ള വ്യക്തിയുടെ ആ ഫീലിങ്സ് കൂടെ ചേരുന്നതാണ് ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി എന്നാണ് ഈ സോഷ്യൽ സെൽഫ് തിയറിയിൽ പറയുന്നത്. സെൽഫ് ഈസ് നോട്ട് എവിഡൻറ്റ് അറ്റ് ബർത്ത് ബട്ട് എമേർജസ് ഓവർ ടൈം ത്രൂ ലാംഗ്വേജ്, പ്ലേ ആൻഡ് ഗെയിം. സെൽഫ് എന്ന് പറയുന്നത് നമുക്ക് ജനിച്ച ഉടനെ കിട്ടുന്നതല്ല സെൽഫ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ലാംഗ്വേജസിലൂടെ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത് വഴി അല്ലെങ്കിൽ കളിക്കുന്നത് വഴിയൊക്കെ കിട്ടുന്നതാണ് സെൽഫ് എന്ന് പറയുന്നത്. അതാണ് സോഷ്യൽ സെൽഫ് തിയറി. സോ ഇത്രയേ ഉള്ളൂ സോഷ്യലൈസേഷൻ തിയറീസ് എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് this.